സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ദുന്യവിയായ ജീവിതത്തിൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ആ കടമകളും ബാധ്യതകളും എന്ന് പറയുന്നത് ഒരുപക്ഷെ അവനവൻ്റെ മാതാപിതാക്കളോടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ സന്താനങ്ങളോടാകാം, അല്ലെങ്കിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന പരിസരങ്ങളിലുള്ള നാട്ടുകാരോടാകാം, അല്ലെങ്കിൽ അയൽവാസികളോടുള്ള ബാധ്യതകളും കടമകളും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആളുകളോട് ചില ബാധ്യതകളൊക്കെ നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ഒരു നിറവേറ്റുന്നത് പോലെ തന്നെയായിരിക്കണം ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിനോട് ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പല വിധത്തിലുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കാനുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ പ്രിയപത്നി ഖദീജ ബീവിയും കൂടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിനെ കണ്ടുമുട്ടുകയാണ്, സന്ദർശിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, അല്ലയോ മുഹമ്മദ്, താങ്കളുടെ നാട്ടിൽ ജീവിക്കുന്ന താങ്കളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ താങ്കൾ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നാട്ടിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം വരിക തന്നെ ചെയ്യും എന്ന് പ്രവാചകനോട് പറയുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ ആശങ്കയോടെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ജനത, എൻ്റെ കുടുംബക്കാർ, എൻ്റെ നാട്ടുകാർ, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ നാട്ടിൽ നിന്നും എന്നെ പുറത്താക്കുകയോ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജനിച്ചു വളർന്ന തൻ്റെ നാടിനെ എത്രത്തോളം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം സംഭവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ആ മക്കയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ആ മക്കയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്ന രംഗമുണ്ട്, അല്ലയോ മക്കേ, നീ എത്ര സുന്ദരമാണ്, നീ എത്ര ശ്രേഷ്ഠമാണ്, നീ എത്ര പരിപാവനമാണ്. അങ്ങനെയുള്ള നീ എന്ന നാടിനെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി. നിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നിന്റെ ജനത എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ പവിത്രവും പരിപാവനവുമായി ഞാൻ നോക്കിക്കാണുന്ന ഈ മക്കയിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ആ മക്കക്കാര് പ്രവാചകനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ മക്കയിലുണ്ടായിരുന്ന ആളുകൾ പ്രവാചകനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തിന് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇനിയും നിന്റെ നാട്ടിൽ ജീവിക്കാൻ ഒരു അവസരം ലഭിക്കുന്നുവെങ്കിൽ നിന്റെ നാട്ടിലേക്ക് മടങ്ങി വരാനും
അതിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിനോട്, നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമ്മളും സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 അനുഗ്രഹങ്ങൾ ലഭിക്കാനുണ്ട്. ആ 3 അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അവനാണ് ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായവനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും തന്റെ താമസ സ്ഥലത്ത്, തന്റെ നാട്ടിൽ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ സൗഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, നല്ല ആഫിയത്തുള്ള ശരീരത്തോടുകൂടി ഒരു നാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള അവസരമുണ്ടാവുകയാണെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അന്നത്തെ ഭക്ഷണം കഴിക്കാനുള്ള മഈശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ, ആ മനുഷ്യനാണ് ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ പക്കൽ നിന്നും ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ, ബറക്കാത്തുകൾ, നിഅമത്തുകൾ ധാരാളമായി ലഭിച്ചിട്ടുള്ള മനുഷ്യനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? ആശ്വാസം ലഭിക്കുന്നുണ്ടോ? ജീവിക്കാനുള്ള മഈശത്ത് അള്ളാഹു ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നൽകുന്നുണ്ടോ? എങ്കിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് മഹാനായ അഷ്ശൈഖ് സ്വാലിഹ് അദ്ദിമശ്കി റഹിമഹുല്ലാ തന്റെ മകന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, യാ ബുനയ്യ ഇദാ മർറ ബിക യൗമിൻ വലൈല ഖദ് സലിമ ഫീഹിമാ ദീനുക വജിസ്മുക വമാലുക വഇയാലിക ഫഅക്തിർ ശുക്രൻ ലില്ലാഹി തആല. മോനെ, നീ ജീവിക്കുന്ന നാട്ടിൽ നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തിൽ ആരോഗ്യത്തോടുകൂടി, നിന്റെ സമ്പത്ത് അനുഭവിച്ചും ആസ്വദിച്ചുകൊണ്ടും, നിന്റെ കുടുംബത്തോടെ സന്തോഷത്തോടുകൂടി, സുരക്ഷിതമായി, നിർഭയത്വത്തോടുകൂടി ഒരു രാപ്പകലുകൾ, ഒരു ദിവസം നിനക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അങ്ങനെ ജീവിക്കാൻ അവസരം നൽകിയ റബ്ബിലേക്ക് നീ ശുക്ർ പ്രകടിപ്പിക്കണം കേട്ടോ എന്ന് അദ്ദേഹം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് ഈ നിർഭയത്വം നൽകിയ റബ്ബിന് ശുക്ർ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്നുകൂടി മഹാനായ സ്വാലിഹ് അദ്ദിമശ്കി റഹിമഹുല്ലാ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഫകം മിൻ മസ്ലൂബി ദീനഹു വമൻസൂഇ മുൽകഹു വമഹ്തൂകി സത്രഹു വമഖ്സൂമി ലഹ്റുഹു ഫി ദാലികൽ യൗം. സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ, സ്വാലിഹ് അദ്ദിമശ്കി റഹിമഹുല്ലാ തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ശുക്രിന്റെ വാചകങ്ങൾ. കാരണം നീ ഒരു ദിവസം നിർഭയത്വത്തോടുകൂടി ജീവിതത്തിൽ സന്തോഷത്തോടെ കുടുംബത്തിന്റെ കൂടെ മഈശത്ത് അനുഭവിച്ചുകൊണ്ട്, ശരീരത്തിൽ ആരോഗ്യത്തോടുകൂടി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ, ആ അവസരം നഷ്ടപ്പെട്ട എത്ര ആളുകൾ നിനക്ക് ചുറ്റുഭാഗം ജീവിച്ചിട്ടുണ്ട്, നീ ജീവിക്കുന്ന നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. ശരിയല്ല പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ഈ നാട്ടിൽ സുരക്ഷിതത്തോടുകൂടി നമ്മുടെ ദീനനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആത്മനിർവൃതിയോടുകൂടി ഈ പള്ളിയിൽ ഒരുമിച്ചുകൂടി ജുമഅക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ശരീരത്തിന് ആഫിയത്തുണ്ടായിട്ടുണ്ട്. ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടുകൂടി നാം ജീവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന മഈശത്ത് അനുഭവിച്ചും നേടിക്കൊണ്ടും സുരക്ഷിതരായി നിർഭയത്വത്തോടുകൂടി ഞാൻ നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സുരക്ഷിതരായി നിർഭയത്വത്തോടുകൂടി ജുമുഅയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. എന്നിട്ട് അദ്ദേഹം മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആ നിനക്ക് ചുറ്റുഭാഗം ജീവിക്കുന്ന മനുഷ്യരുടെ ദീനിയായ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു.
അവരുടെ കയ്യിലുണ്ടായിരുന്ന കുടുംബപരമായ അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് ചുറ്റുഭാഗം ജീവിക്കുന്ന ആളുകൾ, മനുഷ്യർ അവരെ ആക്രമിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും അവർക്ക് ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നീ ഏറ്റവും വലിയ സൗഭാഗ്യവാനല്ലേ എന്ന് മഹാനായ സ്വാലിഹ് അദ്ദിമശ്കി റഹ്മഹുല്ല തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള ഈ ഒരു നിർഭയത്വം അന്ന് ഏത് നിമിഷവും നഷ്ടപ്പെടാം. ആ രൂപത്തിലുള്ള നിയമങ്ങളുമായിട്ടാണ് നമ്മുടെ അധികാരമേൽപ്പിക്കപ്പെട്ട ആളുകൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരെ കുറിച്ച് അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹു നൽകിയ നിർഭയത്വം നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് നമ്മൾ പഠിക്കണം. ആ കാരണങ്ങളിൽ നിന്നും തീർച്ചയായും ഒരു തിരിച്ചറിവ് വിശ്വാസികളായി നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാരണമുണ്ടോ എങ്കിൽ മാറ്റി നിർത്തണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നാട്ടിൽ നിർഭയത്വമുണ്ടാകും, സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജ്യത്തെ ഉപമയായി, ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. കാനത്ത് ആമിനതൻ മുത്മഇന്ന, അത് മക്ക സുരക്ഷിതത്വവും ശാന്തവുമായിരുന്നു, സുന്ദരമായിരുന്നു, ഐശ്വര്യം നിറഞ്ഞ ഒരു നാടായിരുന്നു അത്. യഅതീഹാ റിസ്ഖുഹാ റഅദൻ മിൻ കുല്ലി മകാൻ, ആ നാട്ടിലേക്ക് മറ്റു പല നാടുകളിൽ നിന്നും ആളുകൾ വരികയും ആ രാജ്യത്തുള്ള ആളുകൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും മഈശത്ത്, റിസ്ക് സമൃദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടോ ഫകഫർതു ബിഅൻഉമില്ലാ, ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ, ബറകാത്തുകളെ നിഷേധിച്ചു തള്ളിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ നൽകിയിട്ടുള്ള നിർഭയത്വം എടുത്തു കളഞ്ഞു എന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാനും നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർഭയത്വത്തിൽ അല്ലാഹുവിനോട് ശുക്ർ പ്രകടിപ്പിക്കാനും വിശ്വാസികളായി എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ടാണോ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫഅദാഖല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ കാരണമായി കൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രങ്ങൾ ആ നാടിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു ശിക്ഷ എനിക്കും നിങ്ങൾക്കും വരാൻ അധിക സമയമില്ല. അത് വഖഫിന്റെ വിഷയമാണെങ്കിലും, ഏക സിവിൽ കോഡിന്റെ വിഷയങ്ങളാണെങ്കിലും, CA ആണെങ്കിലും, NRC ആണെങ്കിലും, ആർട്ടിക്കിൾ 370 ആണെങ്കിലും, അങ്ങനെ പല വിധത്തിലുള്ള നൂലാമാലകൾ നമുക്കൊന്ന് എഴുന്നേറ്റ് സ്വസ്ഥതയോടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഒന്നിറപറയെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എങ്കിൽ അല്ലാഹു നൽകിയ അമ്നിനെ, നിർഭയത്തിനെ കൃത്യമായ രൂപത്തിൽ ശുക്ർ ചെയ്യാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊരു നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ നമ്മുടെ പ്രവർത്തനം കാരണം ആ നാടിന്റെ ഐക്യമോ ജനങ്ങൾക്കിടയിലുള്ള സ്നേഹവും സഹകരണമോ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, നിങ്ങൾ ഭൂമിയിൽ നന്മ കൊണ്ടുവന്നതിന് ശേഷം ആ നാട്ടിൽ, ആ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത്, അക്രമം നടത്തരുത്. പിന്നെ എങ്ങനെയാ പ്രതികരിക്കാൻ പറ്റുക? നിയമം എങ്ങനെയാണോ നമുക്ക് അനുശാസനം നൽകുന്നത് ആ നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോവുക. ആ നിയമത്തിന്റെ വഴിക്ക് പോയിട്ടും നമുക്ക് പരാജയമാണോ? നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർഭയത്വം നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യുക. കാരണം അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എങ്ങനെയാണോ തൗർ ഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ? എന്തിനാ ഭയപ്പെടേണ്ടത്? നമുക്ക് മൂന്നാമനായി ഈ ലോകത്തിന്റെ സിട്ടാവുണ്ട് പ്രിയപ്പെട്ടവരെ. സുറാഖത്ത് ബിൻ മാലിക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ പാകത്തിൽ ദൂരമെത്തിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സുറാഖത്ത് ബിൻ മാലിക് എന്ന ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുവിൽ നിന്നും പ്രവാചകനെ രക്ഷപ്പെടുത്തിയെങ്കിൽ ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യൂ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു പഠിപ്പിക്കുന്നത് വഹ്സിൻ കമാ ഹസ്സനല്ലാഹു ഇലൈക് വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ദുനിയാവിൽ അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള നന്മ ഏത് രൂപത്തിലാണോ ആ നന്മ പോലെ നീ പ്രവർത്തിക്കുക എന്നാണ്. നിനക്ക് അല്ലാഹു എന്തൊക്കെ നന്മ തന്നിട്ടുണ്ടോ അത് നിർഭയത്വമാണോ, അമ്നാണോ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാടാണോ എങ്കിൽ നിനക്ക് കിട്ടിയ പോലെയുള്ള നന്മ മറ്റുള്ളവർക്ക് നീ നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാം, നീ ഒരു നാട്ടിൽ ഒരിക്കലും ഫിത്നയുണ്ടാക്കരുത്. നീ കാരണം ഒരു നാട്ടിൽ ജനങ്ങൾക്കിടയിൽ ഫസാദിന് കാരണമാകരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, തീർച്ചയായും കുഴപ്പക്കാരെ, ഫസാദ് ഉണ്ടാക്കുന്നവരെ, ഫിത്നക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ അല്ലാഹു ഒരിക്കലും സ്നേഹിക്കുകയില്ല, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക്, കുഴപ്പത്തിലേക്ക്, ഫിത്നയിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല, പ്രവാചകന്റെ മാതൃകയിൽ ഉൾക്കൊള്ളുന്നവനല്ല, ഇസ്ലാമിന്റെ അനുയായിയല്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, ആരാണോ ഫിത്ന നടത്തിക്കൊണ്ടിരിക്കെ, ഫസാദ് നടത്തിക്കൊണ്ടിരിക്കെ മരണപ്പെടുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണം ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല, നമ്മൾ കാരണം ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആരാ? നമ്മൾ മുസ്ലിമാണ്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന അല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് എന്തെന്ത് പ്രയാസങ്ങൾ, എന്തെന്ത് ബുദ്ധിമുട്ടുകൾ, എന്തെന്ത് പരീക്ഷണങ്ങൾ ആ നാട്ടിലുള്ള ആളുകൾ, എന്തിനേറെ സ്വന്തം വാപ്പ തന്നെ പ്രയാസപ്പെടുത്തിയില്ലേ, നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ലേ. എന്നിട്ട് എന്താ സംഭവിച്ച സഹോദരങ്ങളെ? ആ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫിത്ന ഉണ്ടാക്കിയോ, ഫസാദ് ഉണ്ടാക്കിയോ, കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അടിപിടി ഉണ്ടാക്കിയോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ നാടിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിയമങ്ങൾ നമുക്ക് പ്രതികൂലമാണെങ്കിൽ, നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിയമപരമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നേരിടുക എന്നതാണ്. ഏതുപോലെ വഖഫിന്റെ വിഷയം വന്നപ്പോ നമ്മൾ എന്താ ചെയ്തത്? നേരെ കോടതിയിലേക്ക് പോയി. അക്രമത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ മുർഷിദാബാദിലും അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ നമുക്ക് പ്രതികൂലമാണോ എങ്കിൽ അനുകൂലമാക്കാനുള്ള ഉറവിടങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അധികാര കേന്ദ്രങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ സമർപ്പിക്കുക. ആ സമർപ്പിക്കുന്നതിന്റെ കൂടെ ഇതിനെയെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള ഖാദിറായ, കയ്യൂമായ, ഹയ്യായ അല്ലാഹുവിങ്കലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിരന്തരമായ പ്രാർത്ഥനകൾ അല്ലാഹുവിങ്കലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക. അവിടെയാണ് നമുക്ക് വിജയമുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞത്, മൻ ഖറജ മിനത് ത്വാഅതി, ഒരു രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാതിരുന്നാൽ മാത്രമല്ല വഫാറക്കൽ ജമാഅ, ഐക്യത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ, സന്തോഷത്തോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ നിങ്ങൾ ഭിന്നിപ്പും അനൈക്യവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ അനൈക്യമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ഫിത്നയുണ്ടാക്കി, സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ മീത്തത്തൻ ജാഹിലിയ, അവന്റെ മരണം ജാഹിലിയത്തിന്റെ മരണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മൾ ഒരിക്കലും വിശ്വാസികൾ എന്ന നിലക്ക് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആളുകളല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന രാജ്യത്തുള്ള കുറച്ചാളുകൾ നമുക്കെതിരെ ആക്രമണങ്ങൾ നടത്തി, നമ്മെ ഉപദ്രവിച്ചു, നമ്മെ പ്രയാസപ്പെടുത്തി, നമുക്കെതിരെയുള്ള നിയമങ്ങൾ പാസാക്കി, ആ നാട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള നമ്മുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിൽ, നിഷേധിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ പാസാക്കി, അതിലൂടെ നമ്മളെ ബേജാറാക്കി. കുറച്ചാളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് നാശമുണ്ടാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മഹദിയായ ആസിയാ ബീവിയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. അല്ലാഹുവേ, ഫറോവയുടെ ഉപദ്രവത്തിൽ നിന്നും ഫറോവയിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. വനജ്ജിനി മിനൽ ഖൗമി ദ്വാലിമീൻ. ആ ഫറോവയുടെ അക്രമികളായ ജനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുകൂടി ആസിയാ ബീവി പ്രാർത്ഥിക്കുകയാണ്. ആരാണോ നമ്മെ ഉപദ്രവിക്കുന്നത്, ആരാണോ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിയമങ്ങൾ പാസാക്കുന്നത്, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ പേരിൽ മഹാഭൂരിപക്ഷം വരുന്ന ഉമ്മത്തിനെതിരെ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക? അത് പാടില്ല എന്നാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നിന്റെ ശത്രുക്കളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും നീ നശിപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതുമല്ല, മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുവേ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് ആസന്നമായ വിജയവും സഹായവും പ്രതീക്ഷയും നൽകണേ എന്ന് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതുമല്ലേ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾ നീ സഹായിക്കണേ. ആരാണോ ഞങ്ങളെ ശത്രുവായി കാണുന്നത്, അതിന്റെ പേരിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുന്നത്, അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തരേ എന്ന് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മുസീബത്ത് കാരണം ഞങ്ങളുടെ ദീനിനെ നീ ഒരിക്കലും നശിപ്പിക്കരുതേ. നല്ലൊരു പ്രാർത്ഥനയാണ്. അതായത് വഖഫ് നിയമം പാസാക്കി, അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കോടതിയുടെ പരിഗണനയിലാണ്. ആ വിഷയങ്ങളൊക്കെ വരുമ്പോ അതിന്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ ദീനിയായ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഞാനും നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്തുണ്ടാകാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതൃക കാണിച്ചു തരികയാണ്. വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. എന്റെ രക്ഷിതാവേ, നീ മക്കയെ നിർഭയത്വമുള്ള നാടാക്കുകയും ചെയ്യണേ. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഞാൻ ജീവിക്കുന്ന, എന്റെ കുടുംബം ജീവിക്കുന്ന, എനിക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന, എന്റെ മഈശത്ത് കുടികൊള്ളുന്ന ഈ നാടിനെ നീ നിർഭയത്വമുള്ളതാക്കണേ, സമാധാനം നിറക്കണേ, ആശ്വാസം നൽകണേ, ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ നീ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാതൃകയാണ് സഹോദരങ്ങളെ. ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുക്കുക. വഹാദൽ ബലദിൽ അമീൻ. തീർച്ചയായും ഈ നാട്, ഈ രാജ്യത്തെ നിർഭയത്വമുള്ള അമ്നുള്ള നാടായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിരാശപ്പെടണ്ട. നമുക്കെതിരെ എന്ത് വലിയ നിയമങ്ങൾ പാസ്സായിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനുമെതിരെ എന്തൊക്കെ നിയമങ്ങൾ അന്നത്തെ കാലത്ത് മക്കാ മുശ്രിക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ട് മുസ്ലിങ്ങൾ തളർന്നോ? ഏകദേശം 3 വർഷത്തോളം ഷഅബ് അബീ ത്വാലിബിൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഉപരോധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ, ഒരിറ്റ് വെള്ളം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിയമം പാസാക്കിയത്.
ഒരിറ്റ് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് നിയമം പാസാക്കി. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള സഹോദരങ്ങളെ. പച്ച ഇലകള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണമായിട്ട് വിശപ്പ് കൊണ്ട് കഴിച്ചിട്ടില്ലേ? ഇലകൾ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന പച്ച വെള്ളം, പച്ച നിറത്തിലുള്ള വെള്ളം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും കുടിച്ചിട്ടുള്ള സഹോദരങ്ങളെ. എന്തൊക്കെ ഉപരോധങ്ങൾ, എന്തൊക്കെ നിയമങ്ങൾ അവർക്കെതിരെ പാസാക്കിയിട്ടുണ്ട് മുശ്രിക്കുകളായ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ. പിന്നെന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത്? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നിർഭയത്വം നൽകും. അള്ളാഹുവിങ്കിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നോ അത്രത്തോളം ആ നിർഭയത്വം കിട്ടും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഇഹലോകത്തിലും പരലോകത്തിലും നീ എനിക്ക് മാപ്പും നിർഭയത്വമുള്ള ജീവിതം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. എത്ര കൃത്യ സഹോദരങ്ങളെ! ഏതിനൊക്കെയാണ് നിർഭയത്വം പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഫീ ദീനി, എന്റെ ദീനിയായ ജീവിതത്തിൽ, വദുനിയായ, എന്റെ ദുന്യവിയായ ജീവിതത്തിൽ, വാഹിലി, എന്റെ കുടുംബപരമായ ജീവിതത്തിൽ, വമാലി, എന്റെ മഈശത്തിൽ, എന്റെ റിസ്കിൽ, എന്റെ ഉപജീവന മാർഗങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം നൽകണേ, നീ എനിക്ക് ആഫിയത്ത് നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ ചോദിക്കുക. മാത്രമല്ല, അല്ലാഹുവേ, എന്റെ ദൗർബല്യങ്ങൾ, എന്റെ ന്യൂനതകൾ, എന്റെ രഹസ്യങ്ങൾ നീ മറച്ചു വെക്കുകയും ചെയ്യണേ റബ്ബേ. വഖഫിന്റെ വിഷയത്തിൽ നമുക്ക് ഭയപ്പാടുണ്ട്, ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ ഭയപ്പാടുണ്ട്, NRCയുടെ വിഷയത്തിൽ ഭയപ്പാടുണ്ട്, CAയുടെ വിഷയത്തിൽ ഭയപ്പാടുണ്ട്, ആർട്ടിക്കിൾ 370യുടെ വിഷയത്തിൽ നമുക്ക് ഭയപ്പാടുണ്ട്. എങ്കിൽ പ്രവാചകൻ അള്ളാഹുവിനോട് പറയാ, വാമിൻ റൗആതി, അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ ഭയപ്പാടുകളിൽ നിന്നും, എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും, എന്നെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാവിധ നിയമങ്ങളിൽ നിന്നും നീ എനിക്ക് സമാധാനം നൽകണേ, നീ എനിക്ക് നിർഭയത്വം നൽകണേ, നീ എനിക്ക് ആശ്വാസം നൽകണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുക. അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നിരാശപ്പെടരുത് ഒരിക്കലും. അങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാം സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും അള്ളാഹു നിങ്ങൾക്ക് നൽകും. എന്താ? നസ്റും മിനല്ലാഹ്. നിങ്ങൾ എന്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത്? എന്ത് നിയമമാണ് നിങ്ങളുടെ മേൽ പാസ്സാക്കപ്പെടുന്നത്? ആ നിയമത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന, നിങ്ങൾക്ക് സഹായം നൽകാൻ കഴിയുന്ന ഒരു അത്താണി, ഒരു പ്രതീക്ഷ അള്ളാഹു നിങ്ങളിലേക്ക് ഇട്ടുതരും. മാത്രമല്ല, ഏറ്റവും സമീപസ്ഥമായ ഒരു വിജയം, അന്തിമമായ ഒരു വിജയം നിങ്ങൾക്ക് അള്ളാഹു നൽകും. എങ്ങനെയാണെങ്കിൽ നിരാശപ്പെടാതെ, ആശങ്കപ്പെടാതെ, പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ, നിങ്ങൾക്കെതിരെ ഏത് രൂപത്തിലുള്ള നിയമങ്ങൾ പാസാക്കിയാലും, നിങ്ങളെ അടിച്ചമർത്തിയാലും, നിങ്ങളെ അടിമകളാക്കപ്പെട്ടാലും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിർഭയത്വം നശിപ്പിക്കാൻ കാരണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ശരി, നിങ്ങൾ ആശങ്കപ്പെടണ്ട. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യ്, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ നിരാശപ്പെടാതെ ജീവിക്ക്. എങ്കിൽ സമീപസ്ഥമായ ഒരു വിജയം നിങ്ങൾക്കാണ് വരാനുള്ളത്. വബശ്ശിരിൽ മുഅ്മിനീൻ, പ്രവാചകരെ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് അവരെ സന്തോഷിപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെടണ്ട. ഏത് രൂപത്തിലെ നിയമങ്ങൾ പാസ്സാക്കിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് നിർഭയത്തുണ്ടോ? ആ നിർഭയത്തെ നിലനിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ നിർഭയത്വം നൽകിയ റബ്ബിനെ ശുക്ർ ചെയ്യുക. ആ രൂപത്തിൽ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ കാരണം ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. ആ രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് നിരാശപ്പെടാതെ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ,
നാളൊരു കൂട്ടർ നരകത്തിലേക്ക്, മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പിങ്ങളായ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ദാഇമാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവർക്ക് പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മനസ്സ് തകർന്നു പോയ, മനസ്സുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സിന് നീ താക്കത്ത് നൽകണേ റബ്ബേ. ഈമാൻ നിറക്കണേ റബ്ബേ. അമ്നിട്ട് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് തകർന്നുപോയ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ആ കടബാധ്യതകളെയും സാമ്പത്തികമായ ഞെരുക്കങ്ങളെയും ഹലാലായ സമ്പത്ത് കൊണ്ട് നീ പരിഹരിക്കണേ റബ്ബേ. സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.